ഇന്ന് 12/8/2024 രാവിലെ ഒരു 9 മണി സമയം നമ്മുടെ വില്ലയിലെ സ്റ്റാഫായിരുന്ന മനോജ് കുമാർ കാലത്ത് വില്ല തുറക്കാൻ വേണ്ടി വന്ന സമയത്ത് വില്ലന്റെ ഫ്രണ്ടില് വാതില് അകത്തുനിന്ന് ലോക്ക്, പുറത്ത് സൈഡിലെ വാതിലാണ് പുറത്തുനിന്ന് ലോക്ക്. അപ്പോൾ വാതിലിന്റെ ലോക്കൊന്നും കാണുന്നില്ല. അപ്പോൾ വലിച്ചു കുറച്ച് കളഞ്ഞു. വാതിൽ ചാരി ഇട്ടിരിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടു. ലോകത്ത് ഒരു പരിശോധിച്ച് കഴിയുമ്പോൾ അതിന്റെ വലിപ്പമൊക്കെ തുറന്നിട്ടുണ്ടായി, മേശയുടെ വലിപ്പമൊക്കെ. അപ്പൊ എന്തോ വിളിക്കുക, എന്തോ പ്രശ്നം തോന്നി. നോക്കിയപ്പോൾ ഈ ബാഗിന്റെ ആ സൈഡിലെ വലിപ്പിന്റെ അകത്ത് ലോക്കർ ഉണ്ടായിരുന്നു. അത് ലോക്ക് കംപ്ലൈന്റ് ആണ്. അപ്പൊ അതിനകത്തൊരു വില്ലയിൽ റെമിറ്റ് ചെയ്തിരുന്ന പൈസ, അത് ബാങ്കിൽ അടയ്ക്കേണ്ട പൈസ, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ച അടയ്ക്കേണ്ട പൈസ. അപ്പോൾ വെള്ളിയാഴ്ച ബാങ്കിന്റെ കഴിഞ്ഞിട്ട് വരുന്ന പൈസയാണ്. പിന്നെ അത് കൊണ്ട് അടയ്ക്കാൻ പറ്റില്ല. ആ പൈസ വില്ലയിൽ ഇരിപ്പുണ്ടായിരുന്നു. ഏതാണ്ട് 15,224 രൂപ ഇരിപ്പുണ്ടായിരുന്നു. ആ പൈസയും കാണാനില്ല. അപ്പോൾ ഇതിന്റെ അകത്താണ് വെച്ചത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു. വില്ലേജിന്റെ ഉദ്യോഗസ്ഥർ ബാക്കിലുള്ള സ്റ്റീൽ റാക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് സൂക്ഷിക്കാറുണ്ട്. അതിന് ലോക്ക് കംപ്ലൈന്റ് ആണ്. അതിന്റെ അകത്ത് ചോദിക്കുമ്പോൾ അതിന്റെ അകത്തും പൈസ കാണുന്നില്ല. അപ്പൊ അതിന്റെ അകത്ത് 2,000-1000 രൂപ വള്ളംകളിയുടെ ടിക്കറ്റ് കൊടുത്തിട്ട് പൈസ ഉണ്ട്. അതിപ്പോ തിങ്കളാഴ്ച അടുത്ത ദിവസം കൂടെ അടയ്ക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അങ്ങനെ 15,224 1000 16,224 രൂപ നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ ആരാണെന്ന് അറിയില്ല അത് ചെയ്ത്. പിന്നെ അയാളുടെ ഒരു വടി പോലെ ഒരു സാധനം, ഒരു നമ്മുടെ ഈ ടീ സ്കെയിലൊക്കെ ഇല്ലേ, ടീ സ്കെയിൽ പോലെ ഒരു സാധനം നമ്മുടെ ഉദ്യോഗസ്ഥർ മേശപ്പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കിണറിന്റെ കറിയിൽ ഒരു ഡ്രസ്സ് മറ്റുണ്ടായിരുന്നു. ഇത്രയൊക്കെയാണ് നടന്ന സംഭവം. പിന്നെ മേശയുടെ വലിപ്പമൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. വേറെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടില്ല. പൈസ അങ്ങനെ ഈ ഇയാൾ പൈസ മാത്രം നോക്കി വന്ന ഒരാളാണെന്ന് തോന്നുന്നു. ഏഹ് ലോക്ക് കംപ്ലൈന്റാ. ഇപ്പൊ നമ്മൾ സാധാരണ പൈസ അന്നൊന്നും കൊണ്ട് അടയ്ക്കാറാണ് പതിവ്. ഈ ബാങ്കിങ് ടൈം കഴിഞ്ഞ് വെള്ളിയാഴ്ച ബാങ്കിങ് ടൈം കഴിഞ്ഞിട്ട് വന്ന പൈസ, കാരണം ശനിയാഴ്ച ഹോളിഡേ ആയതുകൊണ്ട് തിങ്കളാഴ്ച അടയ്ക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വന്ന പൈസയാണ്. പോലീസുകാർ ഇന്ന് ഒരു 11 മണിയായപ്പോൾ വന്നിട്ട് അവര് ഈ ആ തൊണ്ടി മുതൽ എടുത്തിട്ട് പോയി. അപ്പൊ നമ്മൾ പരാതി എഴുതി കൊടുത്തു. അപ്പൊ അന്വേഷിക്കാൻ വേണ്ടി വന്നു.